ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-ാം ക്ലാസ്സിൽ ലിസാൻ ഖുർആനിലെ 2-ാമത്തെ പാഠം, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത്. 1-ാമത്തെയും 2-ാമത്തെയും പേജ്, അതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണുക. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇനി 3-4 പ്രവർത്തനങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. 1-ാമത്തെ നുക്കമ്മിലു ബിൽ മുനാസബീൻ, യോജിച്ചത് എടുത്തിട്ട് പൂരിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാൻ. ഒന്നെന്താ? ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി, കുട്ടി മദ്രസയിലേക്ക് പോകുന്നു എന്നാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ യദ്ഹബു എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ യദ്ഹബു എന്നുണ്ട്, തദ്ഹബു എന്നുമുണ്ട്. രണ്ടിൻ്റെയും അർത്ഥം പോകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഒന്നിൽ യാ കൊണ്ടാണ് തുടങ്ങുന്നത്, മറ്റേതിൽ താ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വേണ്ടത്? കഴിഞ്ഞ പാഠം നന്നായി പഠിച്ചവർ അല്ലെങ്കിൽ ശ്രദ്ധിച്ചവർക്ക് അത് ഉത്തരം കിട്ടും. ഏതാ വേണ്ടത്? അതെ, യദ്ഹബു എന്നാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ യദ്ഹബു ആണ് ഇവിടെ ശരിയെന്ന് പറയാൻ കാരണം? അൽ വലതു, ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് യദ്ഹബു പറഞ്ഞത്. അത് പെൺകുട്ടിയാണെങ്കിൽ തദ്ഹബു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി 2-ാമത്തത് നോക്കൂ. ഡാഷ് അൽ ബിന്തു മിനൽ ഹൗദീന, അപ്പോൾ കുട്ടി ഹൗദിൽ നിന്ന്, പെൺകുട്ടി ഹൗദിൽ നിന്ന് വുളൂ എടുക്കുന്നു. യതവല്ലഉ എന്നും ബ്രാക്കറ്റുണ്ട്, തതവല്ലഉ എന്നുമുണ്ട്. അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? തതവല്ലഉ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ബിന്തു എന്നുള്ളത് പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് തതവല്ലഉ എന്ന് എഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി 3-ാമത്തത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പറയണം. എന്താ? ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, യർജിഉ എന്നുമുണ്ട്, തർജിഉ എന്നും ബ്രാക്കറ്റിലുണ്ട്. ഏതാണ് വേണ്ടത്? യർജിഉ എന്നാണോ തർജിഉ എന്നാണ് വേണ്ടത്? ആ ബാസിമുൻ എന്നുള്ളത് ആരാണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതെ, ആൺകുട്ടിയാണ്. അപ്പോൾ ഏതാ വേണ്ടത്? അതെ, യർജിഉ എന്നാണ് വേണ്ടത്. ഇനി 4-ാമത്തെ നോക്കൂ. ഡാഷ് അൽ ഉമ്മുൽ ബൈത്ത, അപ്പോൾ യദ്ഖുലു എന്നുമുണ്ട്, തദ്ഖുലു എന്നുമുണ്ട്. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ആ രൂപം നോക്കിയാൽ തന്നെ അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് യദ്ഖുലു എന്ന് കൊടുക്കാൻ പാടില്ല. എന്ത്? ഉമ്മ എന്ന് പറഞ്ഞു, ഉമ്മ പെണ്ണ് ആണല്ലോ, അതുകൊണ്ട് തദ്ഖുലു എന്നാണ് കൊടുക്കേണ്ടത്. ഇനി 2-ാമത്തെ പ്രവർത്തനം നോക്കൂ. നുലാഹിദു അൽ ഫിഅൽ മുദാരിഅ അൽ ഫിഅൽ മാദി, മാദിയായ ഫിഅലിനെയും മുദാരിയായ ഫിഅലിനെയും നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപം കണ്ടാൽ തന്നെ, അപ്പോൾ 2 കോളങ്ങളുണ്ട്. 1-ാമത്തെ കോളത്തിൽ അൽ ഫിഅലുൽ മുദാരിഉ എന്നുണ്ട്, 2-ാമത്തെ കോളത്തിൻ്റെ പേര് അൽ ഫിഅലുൽ മാദീൻ. ഈ പാഠത്തിൽ മുദാരിയായ ഫിഅലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മാദിയായ ഫിഅലിനെ കുറിച്ച് 9-ാമത്തെ പാഠത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ യദ്ഹബു അൽ ഫിഅലുൽ മുദാരി എന്ന കോളത്തിൻ്റെ താഴത്ത് എഴുതി കൊടുത്തത് എന്തൊക്കെ? യദ്ഹബൂന. യദ്ഹബൂൻ്റെ അർത്ഥം എന്തായിരുന്നു? പോകുന്നു അല്ലെങ്കിൽ പോകും. അതിന് മാദിയായ പദം ഏതാ? ദഹബന, പോയി. അപ്പോൾ ഒരു ആണ് പോയത് കൊണ്ടാണ്, ആണ് പോകുന്നു, ഒരു പുരുഷൻ പോകുന്നു എങ്കിൽ അതിനാണ് യദ്ഹബു എന്ന് പറയുക. ഇനി ഒരു സ്ത്രീയാണ് പോകുന്നു എന്ന് പറയുന്നത് തദ്ഹബു എന്ന്, നേരെ താഴെ കണ്ടോ, തദ്ഹബു എന്നാണ് പറയുക. അപ്പോൾ അവൾ പോയി എന്ന് പറയുമ്പോൾ ദഹബത്ത് എന്നായി, അവൾ പോകുന്നു എന്ന് പറയുമ്പോൾ തദ്ഹബു. ഇനി യസ്മഉ, നമ്മൾ പഠിച്ചിട്ടിരുന്ന യസ്മഉ എന്ന വാക്ക് എന്തായിരുന്നു? എൻ്റെ അർത്ഥം കേൾക്കുന്നു എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥം. ഒരു ആണ് കേൾക്കുന്നു. അപ്പോൾ സമിഅ, നേരെ അപ്പുറത്ത് അതിൻ്റെ മാദി ഉണ്ട്, സമിഅ കേട്ടു, അവൻ കേട്ടു. അപ്പോൾ പിന്നെ ഇനി യസ്മഉ എന്ന താഴത്ത് നോക്കണേ, തസ്മഉ, അതിൻ്റെ മാദി എന്താ? സമിഅത്ത് എന്ന. ഇനി യുസല്ലി, അവൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ അവൻ നിസ്കരിക്കും, അതിൻ്റെ മാദി സല്ല എന്ന, നിസ്കരിച്ചു, അവൻ. തുസല്ലി, അവൾ നിസ്കരിച്ചു. സല്ലത്ത് എന്ന് പറഞ്ഞാൽ
തുസല്ലി പറഞ്ഞാൽ അവൾ നിസ്കരിക്കുന്നു എങ്കിൽ അവൾ നിസ്കരിക്കും. സൊല്ലത്ത് എന്ന് പറഞ്ഞാൽ അവൾ നിസ്കരിച്ചു. യഖൂലു അവൻ പറയും, ഖാല അവൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആണിനെയും പെണ്ണിനും ഉപയോഗിക്കുന്ന രൂപങ്ങൾ മനസ്സിലായല്ലോ. ആണാകുമ്പോൾ ആദ്യത്തിൽ യാ ആയിരിക്കും, പെണ്ണാണെങ്കിൽ ആദ്യത്തിൽ ത ആയിരിക്കും ഉണ്ടാവുക. ഏത് മുലാരിയ ഫിഅലിൽ ആണിന് ആകുമ്പോൾ ആദ്യത്തിൽ താവും, പെണ്ണാകുമ്പോൾ ആദ്യത്തിൽ താവും ഉണ്ടാകും, ആണാകുമ്പോൾ ആദ്യത്തിൽ യാവും ഉണ്ടായിരിക്കും. ഇനി അപ്പുറത്ത് പേജ് മറക്കൂ. തക്തുബു നക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. അൽ ഇബ്നു യദ്ഹബു ആൺകുട്ടി, യദ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും. അത് നേരെ അപ്പുറത്ത് എന്താ ചെയ്തിട്ട് ചുവപ്പ് നിറത്തിലുള്ള വാക്ക് എന്താ ചെയ്ത് യദ്ഹബു അൽ ഇബ്നു, യദ്ഹബു പോകും, അൽ ഇബ്നു കുട്ടി പോകും. ഇതുപോലെ താഴെയുള്ള 3 വാക്കുകളും എഴുതണം. അൽ ബിന്തു തദ്ഹബു, അപ്പോൾ അപ്പുറത്ത് എന്താ എഴുതി കൊടുക്കേണ്ടത് തദ്ഹബു അൽ ബിന്തു. ഇനി അൽ അബു യജ്ലിസു, അപ്പോൾ എന്ത് അപ്പുറത്ത് എഴുതി കൊടുക്കേണ്ടത് യജ്ലിസു അൽ അബു. ഇനി അൽ ഉമ്മു തജ്ലിസു, ഉമ്മ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും, അപ്പോൾ തജ്ലിസു അൽ ഉമ്മു എന്ന് എഴുതി കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നഖറു മിനൽ ഖുർആനി വനക്ഷിഫു മിൻഹു അൽ ഫിഅൽ മുളാരി വനഖ്തു തഹ്തഹു. ഈ ഖുർആനിൽ നിന്നുള്ള ഈ ആയത്ത് നമ്മൾ ഓതി നോക്കുക. അതിൽ നിന്ന് മുളാരി ആയ ഫീലിനെ കണ്ടെത്തി അതിന് താഴെ വരയിടുക. എന്തൊക്കെ ആയത്തുകളുള്ളത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഇതിൽ മുളാരി ആയ ഫീൽ ഏതാ? നാം പഠിച്ചിരുന്നു ആ രൂപം. അതെ, യുകദ്ദിബു എന്നാണല്ലേ, കാരണം അതിൽ യാ ഉണ്ട്, അപ്പോൾ യുകദ്ദിബു. ഇനി ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അതിൽ ഉള്ള മുളാരി ആയ ഫീൽ ഏതാ? തസ്ആ എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ താഴെ വരയിടുക. ഇനി യഹ്സബു അന്ന മാലഹു അഖ്ലദ, അതിൽ ഉള്ള മുളാരി ആയ ഫിഅൽ ഏതാ? യഹ്സബു എന്നുള്ളതാണ് അല്ലേ, അപ്പോൾ അതിൻ്റെ താഴെ വരയിടുക. യൗമഇദിൻ യസ്തുറുന്നാസു, ഈ ആയത്തിലുള്ള മുളാരി ആയ ഫിഅൽ ഏതാണ്? യസ്തുറു എന്നുള്ളതാണ്, അപ്പോൾ അതിൻ്റെ താഴെ വരയിടുക. ഇനി അഫലാ യഅലമു ഇദാ ബുഇസറ മാ ഫിൽ ഖുബൂർ, ഈ ആയത്തിലുള്ള മുളാരി ആയ ഫിഅൽ ഏതാണ്? യഅലമു എന്നുള്ളതാണ്, അപ്പോൾ അതിന് താഴെയും വരയിടുക. ഇനി ജന്നാത്തുൻ തജ്രി, ഈ ആയത്തിൽ തജ്രി എന്നുള്ളതാണ് മുളാരി ആയ ഫിഅൽ, അപ്പോൾ അതിന് താഴെ വരയിടുക. ഇനി ഹയ്യൻ നൻസഖ് അൽ ഫിഅൽ മുളാരി ആയ ഫിഅൽ നമുക്ക് എഴുതാം. എന്തൊക്കെ ആ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്? യദ്ഹബു എന്നുണ്ട്, യസ്മഉ, തുസല്ലി, യഖൂലു, യർജിഉ തുടങ്ങിയ വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ ആ പുള്ളി ആ കുത്തിലൂടെ വൃത്തിയായി പെൻസിൽ കൊണ്ട് എഴുതുക. രണ്ടാമത്തെ കള്ളിയിൽ പുള്ളിയൊന്നുമില്ല, പക്ഷേ മുകളിൽ എഴുതിയതുപോലെ ഓരോ അക്ഷരവും എഴുതി കിട്ടും. അപ്പോൾ യാ, ദാല്, ഹ, ബ അതൊക്കെ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ. പിന്നെ യസ്മൗല് ഐനിനെ എങ്ങനെ അവസാനം എഴുതിയത്? തുസല്ലി, പിന്നെ യഖൂലു വാവ് എങ്ങനെ എഴുതുക? വാവ് അതൊക്കെ ശ്രദ്ധിക്കുക. ലാമ് പിന്നെ എങ്ങനെ എഴുതുക? തനിച്ച് വരുമ്പോൾ അതുപോലെ എഴുതുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.